നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഒരു മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ റിദാൻ രാജു ആണ് മരിച്ചത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് കുട്ടി കയറി എന്നാണ് സിയാൽ വിമാനത്താവള കമ്പനി പറയുന്ന ന്യായം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പോലെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഒരു 3 വയസ്സുകാരന് ജീവൻ നഷ്ടമായത്. അതും മാലിന്യക്കുഴിയിൽ വീണ്. അതിദാരുണം, അപമാനകരം. ജയ്പൂരിൽ നിന്ന് 12 മണിയോടെയാണ് റിദാൻ ജജുവിന്റെ കുടുംബം കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. രക്ഷിതാക്കൾ ഭക്ഷണം കഴിക്കാൻ കയറിയതിനിടയിൽ കുട്ടിയെ കാണാതായി. തുടർന്ന് എയർപോർട്ടിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ വിവരമറിയിച്ചു. 10 മിനിറ്റ് നീണ്ട തെരച്ചിലിനൊടുവിൽ ഹോട്ടലിന് സമീപത്തുള്ള മാലിന്യക്കുഴിയിൽ കുട്ടിയെ കണ്ടെത്തി. കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ഓടി വന്നതാണ്. അപ്പോഴത്തേക്കും കുട്ടീനെ ടാങ്കിൽ നിന്ന് പുറത്തെടുത്തപ്പോഴത്തേക്കും CPR കൊടുത്തപ്പോഴത്തേക്കും കുറേ വേസ്റ്റും വെള്ളം കൂടെ അടക്കം കുട്ടിയുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുവാണെന്നുണ്ടായി. 4.5 അടി താഴ്ചയിലേക്ക് വീണ കുട്ടിയെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാലിന്യക്കുഴി തുറന്നിരുന്നതും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിലേക്ക് നയിച്ചത്. അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കുന്നു, ഇത്രയും കാര്യം പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം നോക്കുന്നു. ആഭ്യന്തര വിമാന സർവീസ് നടക്കുന്നിടത്തെ അന്നാസാറ കഫേക്ക് സമീപത്തായിരുന്നു അപകടം. ഈ മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെന്നാണ് കൊച്ചി വിമാനത്താവളത്തിന്റെ വിശദീകരണം. സംഭവസ്ഥലത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സുരക്ഷാ മുന്നറിയിപ്പ് പാലിക്കുന്നതിൽ വിമാനത്താവളത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വിശദമായ അന്വേഷണം നടക്കും. ഇനി ആർക്കും ഇത്തരത്തിലൊരു ദുരനുഭവം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടാകരുത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിമാനത്താവള കമ്പനി പറയുന്നു ഈ കുഞ്ഞ് വീണത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലത്താണ് എന്ന് പറയുന്നു. ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയുള്ള ഇത്രയും നിരീക്ഷണ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് മാലിന്യക്കുഴിയിൽ വീണു. പക്ഷേ എത്രയോ സമയം കഴിഞ്ഞാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അതെവിടെ പോയി എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് അതിൽ അന്വേഷിക്കട്ടെ. വളരെ സങ്കടപ്പെടുത്തിയ ഒരു ദാരുണ വാർത്തയായിരുന്നു ഉച്ചയ്ക്ക് വന്നത്.